അപ്പോൾ ഈ ട്യൂഷൻ സെന്ററുകൾ നമ്മൾ പറഞ്ഞല്ലോ, ട്യൂഷൻ സെന്ററുകളെ പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് മുട്ടിന് മുട്ടിന് ട്യൂഷൻ സെന്റർ ഉണ്ടാകുന്നത്? ഇപ്പൊ ഞാനൊക്കെ പഠിച്ച കാലത്ത്, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും ട്യൂഷൻ സെന്ററിൽ നേരെ നോക്കുന്നത് പോലും നാണക്കേടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വിഡ്ഢികളാണ് ട്യൂഷൻ സെന്ററിൽ പോയി പഠിക്കുന്നത് എന്ന ഒരു ധാരണ. ഇപ്പൊ കോളേജ് ക്ലാസ്സുകളിൽ അന്നും അധ്യാപകർ, ഇതുപോലെയുള്ള അധ്യാപകരൊക്കെ തന്നെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒരുമാതിരി ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ ഒരു കുറച്ചൊക്കെ ക്ലാസ്സിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി സ്വയം എന്താണ് പറയുക, പഠിച്ച് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പ്രാപ്തിയുള്ളവരാണ് ഒരുമാതിരി തരക്കേടില്ലാത്ത ബുദ്ധി വൈഭവമുള്ള കുട്ടികൾ. അപ്പം അങ്ങനെ ട്യൂഷന് പോവുക എന്നുള്ളത് അപൂർവമായിട്ട് മാത്രം, അതായത് ഒരു തരത്തിലും പഠിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുട്ടികൾ മാത്രമാണ് അന്ന് ട്യൂഷന് പോയിരുന്നത്. ട്യൂഷൻ സെന്റേഴ്സ് ഇതുപോലെ കൂണുപോലെ ഇല്ലായിരുന്നു. അത് മാത്രവുമല്ല, ഇപ്പോഴാണല്ലോ പേരൻസിനുള്ള നിർബന്ധം മക്കളൊക്കെ പിന്നെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ആകണം. അതിന് വേണ്ടിയിട്ട് അവര് അപ്പോൾ എന്താ സംഭവിക്കുക, ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സുമായിട്ട് മാറണം മക്കൾ എന്ന ഒരു ചിന്ത പേരൻസിനെ വേട്ടയാടി തുടങ്ങിക്കഴിഞ്ഞ ഒരു കാലം. അത് കേരളം ഇപ്പോൾ ഒരു ഏതാണ്ട് ഒരു 2-3 പതിറ്റാണ്ടായിട്ട് കുട്ടികളൊക്കെ പിറന്നു വീഴുന്ന മക്കളൊക്കെ, പ്രത്യേകിച്ചും ആൺകുട്ടികൾ, ഡോക്ടറോ എഞ്ചിനീയറോ ആകണം,